ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്നത്തെയും പോലെ തന്നെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആക്കുവാനും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ചിന്തകളും റിമൂവ് ആവാനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അവയെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഒന്നും ആവശ്യമില്ല അല്ലെ. ആ നെഗറ്റീവ്സിനെ നമ്മൾ തന്നെ റിമൂവ് ചെയ്യണം. അതെങ്ങനെ റിമൂവ് ചെയ്യുക? പോസിറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ട്. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പൊ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയിട്ട് വരും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കാർഡ്സ് ഷഫിൾ ചെയ്തിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. എന്താണ് എടുക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകള്. ഈ രാത്രി കാലത്ത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതെന്താന്ന് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. രണ്ട് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം കൂടി എടുക്കാം കേട്ടോ. നമുക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഒരെണ്ണം കൂടി എടുക്കാം. ഇപ്പം 4 കാർഡ്സാണ് നിൽക്കുന്നത്. അധികം വലിച്ചു നീട്ടുന്നില്ല റീഡിങ്. ഇത്തിരി ടയേർഡാണ്, അതുകൊണ്ടാണ് കേട്ടോ വലിയ റീഡിംഗ് ഒന്നും ഇടാത്തത്. കുറച്ച് ടയേർഡാണ്, അതുകൊണ്ടാണ് ഷോർട്ടാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഓരോ കാർഡ്സിൻ്റെയും മീനിങ് പറഞ്ഞു തരട്ടെ. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഡൂയിങ് വാട്ട് ഇറ്റ് ടേക്സ് ടു കീപ് ദ പാഷൻ അലൈവ്. ഒരു അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമായത് ചെയ്യുന്നു എന്ന് പറയുന്നത്. അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമായത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ പേഴ്സണ് അത്രമേൽ സ്നേഹമൊന്നും കൊടുത്തിട്ടില്ല, റൊമാൻസ് ഒന്നും കൊടുത്തിട്ടില്ല, കെയർ ഒന്നും കൊടുത്തിട്ടില്ല. അവരാണ് എന്നെ സ്നേഹിച്ചത്, അവരാണ് ഒത്തിരി റൊമാൻറ്റിക് ആയിട്ട് എന്നോട് പെരുമാറിയത്. ഞാൻ അവരിൽ നിന്ന് ഇന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ അവർക്ക് അവർ തന്ന സ്നേഹവും കെയറും ഈ റൊമാൻസ് ഒക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാർഡ് കണ്ടോ? അവര് ഇത്രയും നാള് നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയത്. നിങ്ങൾ എത്രമേൽ അവരെ സ്നേഹിച്ചിരുന്നു, അവർക്ക് കെയർ കൊടുത്തിരുന്നു, സംരക്ഷണം അല്ലേ. ഒരു പ്രണയബന്ധം എന്ന് പറയുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കണം അല്ലേ. അവര് നിങ്ങൾക്കത് തന്നിട്ടുണ്ടായില്ല. എന്നാൽ അവരിപ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹമൊക്കെ തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ആ സംരക്ഷണവും തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫീലിംഗ് ഇൻഫാക്ച്വേറ്റഡ് ഓർ ഹാവിങ് ആൻ ഇൻറ്റൻസ് അഫയർ. എന്താ പറയുന്നേ? തീവ്രമായിട്ടൊരു ബന്ധമാണെന്ന് അവർക്ക് തോന്നുകയാണ്. ഈ ഒരു ബന്ധം ഇപ്പോൾ അത്രമേൽ തീവ്രമായിട്ടുള്ളൊരു ബന്ധമാണെന്ന് യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമേൽ തീവ്രമായിട്ടുള്ള ബന്ധമാണെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. മനസ്സിലായോ?
അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫോളോയിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് allow that's meant to be. എന്താണ് പറയുന്നത്? ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ്. നിങ്ങളുടെ വിധി പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വിധി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ വിധി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുവാൻ തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവാനാണ് യൂണിവേഴ്സ് അവർക്ക് വിധി കൊടുത്തിരിക്കുന്നത്. അത് ഇപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അവരും സ്വയം മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ കൂടെയാണ് അവരുടെ ജീവിതമെന്ന്. അത് യൂണിവേഴ്സ് വിധിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് അവരെ തന്നെ ഒരു വിധിച്ചിരിക്കുകയാണ് എന്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട്. ഇവിടെ ഈ കാർഡ്സ് ഞാൻ കാണിച്ചു തരാം. സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ യൂണിവേഴ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. വേറെ ആരിലും തോന്നാത്തൊരു അഭിനിവേശം നിങ്ങളോട് തോന്നുന്നുണ്ട്. അത് നിലനിർത്താനായിട്ട് അവര് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹവും റൊമാൻസും ഒക്കെ തിരിച്ചു തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് ഉള്ള ബന്ധം എന്ന് പറഞ്ഞ് തീവ്രമാണെന്ന് യൂണിവേഴ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങളിലേക്ക് അവർ വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അത് ദൈവത്തിന്റെ യൂണിവേഴ്സിന്റെ വിധിയായിട്ട് അവര് കാണുന്നു. അവർക്ക് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നെ കണ്ടുകൊണ്ടിരുന്ന എന്റെ വ്യൂവേഴ്സ് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ മറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. അത് യൂണിവേഴ്സ് തന്നെ അവർക്ക് ഓർമ്മ അങ്ങനെ കൊടുക്കാണ്. നിങ്ങള് വിഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളും അവർക്ക് ഇങ്ങനെ ഓർത്ത് കൊടുക്കുകയാണ്. അപ്പൊ അവരെന്താ ചെയ്യുക? അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളാണ് സോൾമേറ്റ്, നിങ്ങളാണ് ട്വിൻ ഫ്ലെയിം എനർജി എന്നവർ മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? അടുത്തെന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എൻജോയ് ദ റൊമാൻസ് ആൻഡ് ഡിസൈർ ഇഫ് യു വാണ്ട് മോർ. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഈ പ്രണയം എന്ന് പറഞ്ഞത് ആസ്വദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണോ? ഇത്രയും മതിയോ? അവർ നിങ്ങളിലേക്ക് വരുമ്പോ അവരവരുടെ 100% അവര് നിങ്ങളാണെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നേ ഉണ്ടായ ആ ഒരു സ്നേഹബന്ധം പോലെയല്ല ഇനി നിങ്ങളിലേക്ക് അവര് വരുമ്പോ. നിങ്ങൾ സ്നേഹം കൊണ്ട് പൊറുതിമുട്ടും എന്ന് പറയില്ലേ? അപ്പൊ യൂണിവേഴ്സ് ചോദിക്കുകയാണ് ആ ഒരു വിധി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോ ഈ പ്രണയം ആസ്വദിക്കുന്ന നിമിഷത്തില് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഇത്രയും മതിയോ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വേണോ എന്ന്. ഇന്ന് നിങ്ങൾ ഒത്തിരി വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോ അതിന്റെ ഇരട്ടി സ്നേഹം കൊണ്ടാ വരുന്നത്. നിങ്ങൾ ശ്വാസം മുട്ടുമെന്ന് പറയില്ലേ? അതുപോലെ ആയിരിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് ഒത്തിരി എനർജീസ് ആണ്, ഡിഫറെന്റ് എനർജീസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. എന്താ പറയാന്ന് വെച്ചാലേ, റീഡിങ് എന്ന് പറയുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. കുറെ പേർക്കൊക്കെ വാലിഡ് ആവും, കുറെ പേർക്ക് അത് വാലിഡ് ആവില്ല. അപ്പൊ അവര് മാത്രം അത് സ്വീകരിച്ചാൽ മതി കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിനെ വരും. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വെച്ച് തന്നെ നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് അപ്പോൾ വാലിഡ് ആവുമെന്ന് നിങ്ങൾക്ക് നോക്കാമല്ലോ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു ഗൈഡ് മാത്രമാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ആ കാർഡ്സ് നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നു. അത് എൻ്റേതായ ഒരു ശൈലിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് കാണണ്ട, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഒത്തിരി റീഡേഴ്സിൻ്റെ വേറെ റീഡിംഗ് ഉണ്ടല്ലോ, അത് കണ്ടോളൂ. ഞാൻ എന്ന നിംസ് നിങ്ങൾക്ക് ഒരു സുഹൃത്തും ഒരു എന്താ പറയുക ഒരു സഹോദരിയും ഒരു അമ്മയെ പോലെയൊക്കെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ കാണുന്നവർ മാത്രം ഈ റീഡിങ് കണ്ടാൽ മതി. താല്പര്യമില്ലാത്തവർ കാണണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഈ 4 കാർഡ്സും കാണിച്ചിരിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ സ്നേഹവും കരുതലും റൊമാൻസും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു തരും. അതെന്ന് പറയുന്നത് തീവ്രമായൊരു ബന്ധമാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് അവർ തിരിച്ചറിയുന്നു. സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ തിരിച്ചറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരുമിക്കുന്ന ആ നിമിഷം
നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ആ സ്നേഹം തിരിച്ചു തരുന്നു. ഞാനിവിടെ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒരു പേഴ്സൺ, അദ്ദേഹം എൻ്റെ റീഡിങ്ങിന് കമൻസ് ഇട്ടിട്ടുണ്ട്. ഒരു റീഡിങ്ങിനല്ല, തുടർച്ചയായി ഒരു 3 റീഡിങ്സിന് അദ്ദേഹത്തിൻ്റെ കമൻസ് ഞാൻ ശ്രദ്ധിച്ചു. ആ ഒരു പേഴ്സൺ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് മെസ്സേജ് ഇടുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് അറിയാം, എൻ്റെ ശൈലി ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്. ഞാൻ യൂണിവേഴ്സ് എന്ന പ്രപഞ്ചത്തെ നിങ്ങളിലേക്ക് തരുമ്പോൾ, കാർഡ്സിലൂടെ നിങ്ങളിലേക്ക് തരുമ്പോൾ, ആ പ്രപഞ്ചം എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുക, എങ്ങനെയാണ് നിങ്ങൾക്ക് അറിവ് പകർന്നു തരിക. ഒരമ്മയ്ക്ക് മക്കൾ ആ അമ്മയുടെ മുന്നിൽ എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കും. അവർ ഏത് പ്രായമായിക്കോട്ടെ, അവർ ജനിച്ച ആ ദിവസം മുതൽ അവർ വളർന്ന് ഒരു വയസ്സായ ഒരു പേഴ്സൺ ആയാൽ പോലും ഏതൊരമ്മയ്ക്കും ആ മക്കൾ ആ അമ്മയുടെ കുഞ്ഞായിരിക്കും. അങ്ങനെ യൂണിവേഴ്സ് എങ്ങനെയാണോ നിങ്ങളോട് സംസാരിക്കുന്നത് ആ ഒരു ശൈലിയിൽ തന്നെയാണ് ഞാൻ ഇതുവരേക്കും എൻ്റെ കാർഡ്സിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ശൈലി മാറ്റാൻ പറ്റില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുകയുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ. ഇനി ആ ഒരു പേഴ്സൻ്റെ പേര് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ വേണ്ട എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. മോഹൻദാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിനോട് കാർഡ്സ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നതെന്ന്. എനിക്ക് ആ ഒരു പേഴ്സൺ എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പേഴ്സൻ്റെ ഫുൾ എനർജി എനിക്ക് കിട്ടില്ല. കിട്ടുന്ന എനർജി, ആ എനർജി വെച്ചിട്ട് ഞാൻ റീഡിങ് എടുത്തിട്ടുണ്ട് ആ പേഴ്സണിന് വേണ്ടി മാത്രം. എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിലും സംസാരിക്കുന്നത്. അതിലൊരു വ്യത്യാസമില്ല. ഞാൻ സംസാരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട്, ഒരു ഗൈഡായിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കുള്ളൂ മിസ്റ്റർ മോഹൻദാസ്. ഏത് ഏജ് ആയാലും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മോഹൻദാസ് എന്ന പേഴ്സൻ്റെ ഏജ് എന്ന് പറയുന്നത് 68 വയസ്സിനും ഉള്ളിലാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് യൂണിവേഴ്സ് കാണിച്ചു തന്ന കാർഡ്സ് ആണിത്. ഇത് ഞാനൊന്ന് പറയട്ടെ, ഇത് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു റിപ്ലൈ തരണം. എൻ്റെ റീഡിങ്ങിൻ്റെ താഴെ തന്നെ, ഈ റീഡിങ് കണ്ടു കഴിഞ്ഞാൽ ഇതിന് താഴെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടണം. റീഡിങ് നോക്കാം മിസ്റ്റർ മോഹൻദാസ്, റീഡിങ് നോക്കാം കേട്ടോ. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കലാപരമായിട്ട് താല്പര്യമുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. നിങ്ങൾ പ്രണയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ആരുടെ പ്രണയമായിരിക്കും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഭാര്യയുടെ പ്രണയം. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ദ സ്റ്റാർ ആണ്. ദ സ്റ്റാർ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയുടെ പ്രണയത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാനില്ല, കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോർഡ്സ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പ്രണയം, സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടതിൽ അക്സെപ്റ്റ് ചെയ്യാത്തൊരു പേഴ്സണാണ്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, പക്ഷെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമാണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സങ്കടത്തിലാണ് എപ്പോഴും എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ വൈഫിൻ്റെ സ്നേഹം, നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരും തമ്മിൽ പുറമെ ഭാര്യയും ഭർത്താവുമായിരിക്കാം എങ്കിൽ അവരുടെ സ്നേഹം കിട്ടാതിരിക്കുന്ന എനർജി ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ അഭിനയിക്കുകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ. കേട്ടോ മോഹൻദാസ്?
അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളെ വിധിക്കുന്നില്ല. നിങ്ങളിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ജഡ്ജ്മെന്റിലേക്ക് വിടുന്നില്ല. നിങ്ങളുടെ എനർജിയെ, മറ്റുള്ളവരെ ഒരുപാട് വിധിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾ. ഇനി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ്. ഒരു കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ശരികളുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടായാൽ പോലും നിങ്ങളത് അവരടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. എൻ്റെ ഭാഗത്താണ് ശരി എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവാനായിട്ട് സമയമായി എന്നാണ്. നിങ്ങളുടെ നെഗറ്റീവ് പേഴ്സണെ നിങ്ങളെടുത്ത് കളയാനായിട്ട് പറയുന്നു. നിങ്ങളുടെ ഒരു മുഖംമൂടി ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ ആണെന്നുള്ളൊരു മുഖംമൂടി, അത് നിങ്ങളോട് എടുത്ത് കളയാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് ക്ഷമ ആവശ്യമാണെന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. മറ്റുള്ളവരോട് സൗമ്യമായിട്ട് സംസാരിക്കാനും യൂണിവേഴ്സ് പറയുന്നു. ഇത് ശരിയാണോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻസ് കാർഡ് റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അക്ഷമനായൊരു പേഴ്സണാണ്, ക്ഷമയില്ലാത്തൊരു പേഴ്സണാണ്, അനുകമ്പയില്ലാത്തൊരു പേഴ്സണാണ്, മറ്റുള്ളവരോട് ഒരു അനുകമ്പയില്ലാത്തൊരു പേഴ്സണാണ്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങളെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു വാക്ക് നിങ്ങളുടെ ഫാമിലിയിൽ പറയുകയാണെങ്കിൽ ആ കാര്യം കേൾക്കാനായിട്ട് ആരും അത്ര താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫാമിലിയെ ലീഡ് ചെയ്യുന്നത് നിങ്ങളല്ല, മറ്റുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് എനിക്കൊരു വിലയും എൻ്റെ ഫാമിലിയിലില്ല, ഞാൻ ഇന്ന് ആരുമല്ലാത്തവനായി, എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചറിയുന്നുണ്ട്. എങ്കിൽ അതിൻ്റെയൊക്കെ ദേഷ്യമാണ് നിങ്ങൾ മറ്റുള്ളവരോടും കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ വാല്യൂ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാല്ലേ, അല്ലേ? അപ്പോൾ യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് അക്ഷമ ആ ഒരു ക്യാരക്ടർ മാറ്റുക, ക്ഷമിക്കുക, നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങൾ എന്ന് മുതൽ നിങ്ങളുള്ള ഈഗോ എടുത്തു മാറ്റി മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അന്ന് മുതലാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം വരാൻ പോകുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിവിടെ 3 ഓഫ് സ്വാൻസ് കാർഡ് കണ്ടോ? അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട്. അത് ആരൊക്കെയോ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവരുടെ കയ്യിലുണ്ട്. അവർ നിങ്ങൾക്കത് തരുന്നില്ല. അതെങ്ങനെ കിട്ടുമെന്ന് ആലോചിക്കുന്നൊരു പേഴ്സൻ്റെ എനർജി. എന്തുകൊണ്ട് അവരെന്നെ മനസ്സിലാക്കാത്തേ, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കാത്തേ എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, അത്രമേൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ലവേഴ്സ് കാർഡ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇപ്പോൾ നിങ്ങളുടെ ആ പേഴ്സൺ തയ്യാറല്ല. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. നോ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവൊക്കെ തന്നെ ആയിരിക്കാം. എന്നാൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങളും അവരും തമ്മിൽ വളരെ അകൽച്ചയിലാണ്. നിങ്ങളുടെ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് കൃത്രിമത്വം നിറഞ്ഞതാണ്. എന്താ അങ്ങനെ പറഞ്ഞ? മറ്റുള്ളവരുടെ മുന്നിൽ ഭാര്യയും ഭർത്താവാണ്, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിനയിക്കുക എന്ന് പറയില്ലേ, സ്നേഹം അഭിനയിക്കുക എന്ന് പറയില്ലേ, അതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മോഹൻദാസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിംഗ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടല്ല ഞാൻ ഈ റീഡിംഗ് എടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തന്ന കാർഡ്സ് ആണ്. നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം അത് നിങ്ങൾക്ക് ആരിൽ നിന്നും കിട്ടുന്നില്ല ശരിക്ക്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വേദനയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തീർക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ അതേ ശൈലിയിൽ തന്നെയാണ്. ഒരു കുഞ്ഞിനോട് സംസാരിക്കുന്ന അതേപോലെ തന്നെയാണ് മിസ്റ്റർ മോഹൻദാസിനോട് സംസാരിക്കുന്നത്. താങ്കൾക്ക് ഈ റീഡിംഗ് കണ്ടതിന് ശേഷം കമൻസ് എൻ്റെ റീഡിങ്ങിൻ്റെ താഴെ തന്നെ ഇടാം. അത്
ഞാൻ വായിക്കും. പിന്നെ എൻ്റെ ഈ റീഡിങ് താങ്കൾക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾ ഇനി മുതൽ ഈ റീഡിങ് കാണണമെന്ന് നിർബന്ധമില്ല. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല റീഡിങ് എടുക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒത്തിരി എനർജീസ് ഉണ്ട്. ആ ഒരു എനർജീസിന് വേണ്ടി മാത്രമാണ് ഞാൻ റീഡിങ് ഇടുന്നത്. താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ താങ്കൾ വീണ്ടും വീണ്ടും എൻ്റെ റീഡിങ് കാണണമെന്നില്ല, വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യണമെന്നുമില്ല. ഞാൻ നിങ്ങളുടെ മെസ്സേജ് പ്രതീക്ഷിക്കുന്നുമില്ല. നിങ്ങൾ എന്നു മുതൽ നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുവോ, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നുവോ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവോ, അന്നു മുതലാണ് മിസ്റ്റർ മോഹൻദാസിന്റെ ലൈഫിലേക്ക് താങ്കൾ ആഗ്രഹിക്കുന്ന സ്നേഹം വരുള്ളൂ. മറ്റുള്ളവരെ എപ്പോഴും നിഷിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്ന ആ ഒരു പേഴ്സൺ, അവരിലേക്ക് യൂണിവേഴ്സ് ഒരിക്കലും ബ്ലെസ്സിങ്സ് തരില്ല. അത് തന്നെയാണ് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ പറഞ്ഞിട്ടൊന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വാല്യൂ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു കമന്റ് ഇടണം കേട്ടോ. ഞാൻ എൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലാത്തത് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ട, നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ കേട്ടോ. ഞാൻ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.